ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗുഹയൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പം ഇന്ന് ഞാൻ പോകുന്നത് ഞങ്ങളുടെ അയ്യപ്പൻ കോട്ടയിലെ നരുവങ്കിൻ പാറ പറഞ്ഞിട്ടുള്ളൊരു ഗുഹയിലോട്ടാണ്. ഗുഹയുടെ അകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ റബ്ബർ തോട്ടത്തിൻ്റെ മുകളിലാണ് ആ പാറയുള്ളത്. ഇതിലേക്ക് കയറി മേലോട്ട് പോവാം. ഈ തോട്ടം പണ്ട് എൻ്റെ അച്ഛനായിരുന്നു റബ്ബർ ടാപ്പ് ചെയ്തായിരുന്നത്. ഇപ്പോൾ അത് മുറിച്ചതിന് ശേഷം പുതിയ റബ്ബറുകൾ വെച്ചതാണ് ഇതൊക്കെ. അച്ഛൻ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെറുതാവുമായിരുന്നു. അപ്പോഴേ മുതൽ ഞങ്ങൾ ഇതിൽ വരാറുണ്ട്. ഇവിടെ എല്ലാം കളിച്ച് നടന്നതാണ് ഞങ്ങൾ. ഞാനും എൻ്റെ അനിയത്തിയെല്ലാം ഡാൻസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ വന്നിട്ട് ഡാൻസൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും സനചേട്ടനും ഒരു വട്ടം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. പിന്നെ സനചേട്ടൻ ഇങ്ങനത്തെ ഇതൊന്നും കാണുന്ന അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ആളെ ഞാൻ നിർബന്ധിക്കാറില്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും വരാറുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. എല്ലാവരും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. നല്ല മലനിരകളും ആകാശം മുട്ടി നിൽക്കുന്ന മലയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇപ്പോൾ ഇതിലെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. അല്ലെങ്കിൽ ഇതിലെ സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകുമായിരുന്നു. നമുക്ക് താഴെ പോയ ഈ ഗുഹയുടെ ഫ്രണ്ട് വശമൊക്കെ നേരെ കാണാം. ഈ പാറയുടെ അകത്താണ് വലിയ ഗുഹയുള്ളത്. പണ്ട് ഞങ്ങൾ വരുമ്പോൾ ഈ ആൽമരമൊക്കെ കുഞ്ഞതായിരുന്നു. ഇപ്പോൾ വലിയ മരമായി. എൻ്റെ വലിയ ചേച്ചിയും കസിൻസും അവരെല്ലാവരും വരുമ്പോൾ ഈ പാറയുടെ സെൻറ്ററിലൂടെ ഇറങ്ങി അപ്പുറത്തെ പാറയിലോട്ട് കയറുമായിരുന്നു. എനിക്കതിലേക്ക് കയറാൻ പേടിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കാണുക മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാവേ. നിങ്ങളുടെ നാട്ടിലെല്ലാം ഇതുപോലുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ടോ എന്ന് പറയണേ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീടാണ്. ഒരു തറവാട് വീട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വീട്ടിലായിരുന്നു ട്യൂഷന് വന്നായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വീട്. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. അത് കാരണം കാടെല്ലാം കയറി ആകെ നാശമായി കിടക്കുക. ഈ വീടിൻ്റെ മുറ്റം മുഴുവനും കരിങ്കല്ലെല്ലാം പാവി നല്ല ഭംഗിയുള്ള വീടായിരുന്നു ഇത്. ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഈ തോട്ടം മുഴുവനും നെൽപ്പാടമായിരുന്നു. അപ്പോൾ എന്ത് ഭംഗിയായിരുന്നു അറിയോ കാണാൻ. ഇപ്പോൾ ഇവിടെ എല്ലാം നെൽകൃഷിയെല്ലാം നിർത്തി എല്ലാവരും കവുങ്ങൊക്കെ വെച്ചു. ഈ തോട്ടത്തിൻ്റെ അപ്പുറത്താണ് അച്ഛൻ്റെ കവുങ്ങും തോട്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.